ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ കടലാക്രമണം രാത്രി വൈകിയും തീരദേശം റോഡിലേക്ക് തിരമാല അടിച്ചു കയറി. റോഡുകളിൽ മണൽ അടിഞ്ഞതോടെ പ്രദേശത്തെ ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. ഇവരുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഇപ്പോഴും ഗതാഗത തടസ്സം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ഈ തടസ്സം നീക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണോ? ഒപ്പം ഈ തീരം ഈ കടലാക്രമണ ഭീഷണി ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ആശങ്കീയമാണ്? KP തൃക്കുന്നപ്പുഴയിലും ഒപ്പം തന്നെ ആറാട്ടുപുഴ പ്രദേശങ്ങളിലാണ് ഇന്നലെ രൂക്ഷമായ രീതിയിൽ കടലാക്രമണം ഉണ്ടായത്. പുറക്കാട് അമ്പലപ്പുഴ തീരങ്ങളിൽ വലിയ രീതിയിലുള്ള കടലാക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഈ തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ ഭാഗങ്ങളിൽ റോഡിലേക്ക് വലിയ തോതിൽ മണ്ണ് അടിച്ചു കയറിയിട്ടുണ്ട്. അതോടുകൂടി ഈ മണ്ണ് അടിഞ്ഞതോടെ പ്രദേശത്ത് ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നത്. ഈ വഴി തീരദേശ പാതയിലൂടെ വാഹനങ്ങളൊന്നും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഈ ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഗതാഗത സ്തംഭനങ്ങളുമില്ല. വലിയ രീതിയിൽ തന്നെ ഇന്നലെ ഈ തൃക്കുന്നപ്പുഴ വലിയരീക്കൽ ഭാഗങ്ങളിലൊക്കെ തിര അടിച്ചു കയറിയിരുന്നു. ഈ തിര അടിച്ചു കയറുന്നതിനൊപ്പം മണ്ണടിഞ്ഞു കൂടിയതാണ് ഇത്തരത്തിൽ ഗതാഗത തടസ്സം അടക്കമുണ്ടാവാൻ കാരണം. ഒപ്പം തന്നെ 3 കുടുംബങ്ങളെ അമ്പലപ്പുഴയിൽ 3 കുടുംബങ്ങളെ ഈ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ തീരദേശവാസികളോട് അവിടെ നിന്ന് മാറാൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നും നിഷയാണ് വിശദാംശങ്ങൾ നൽകിയത്.